ഓരോരുത്തർക്കും അവർ കരുതിയത് കിട്ടും. കരുതിയത് കിട്ടും, കരുതിയതാണ് കിട്ടുക. കരുതിയതേ കിട്ടൂ എന്നില്ല. കരുതിയതാണ് കിട്ടുക, കരുതിയത് കിട്ടും. ചിലപ്പം കരുതാത്തതും കിട്ടും, അതൊരു ഭാഗ്യം. ലിക്കുല്ലിം മിൻഹും മാനവ. അതിൻ്റെ തുടക്കത്തിൽ ഇന്നമൽ ആമാലു ബിന്നിയാത്ത് എന്നാണ്. എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടാണ് സഹിയാകുന്നത് എന്നാണ്. എന്തിന് പഠിക്കണോ, എന്തിന് പഠിപ്പിക്കുന്നു? മയ്യത്ത് നിസ്കരിക്കാൻ മയ്യത്ത് നിസ്കരിക്കും. എനിക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എൻ്റെ ഉമ്മറ്റെ ഞാൻ ഉമ്മാൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണമെന്ന് കരുതിയെന്നോന്ന്. കാരണം ഞാനാ നിസ്കരിച്ചത്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പം എന്തിന് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികൾ ആരും ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടണമല്ല. ആഗ്രഹിച്ചാൽ കിട്ടിക്കോണമെന്നില്ല, ആഗ്രഹിക്കാതെ ചിലപ്പം കിട്ടണമുണ്ട്. ഒരിക്കലും വേണ്ടാന്ന് കരുതിയാൽ ചിലപ്പോൾ രണ്ടെണ്ണം ഇക്കാരം, ഇരട്ട ഇക്കാരം. അങ്ങനെയാണ്. ഇവിടൊക്കെ എന്തിന് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി വരുന്നുണ്ട്. ഞാൻ SKSFൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ട് ആദ്യമായി അത്തിപ്പറ്റ ഹുസൈനെ കാണാൻ വേണ്ടി ചെന്നു. എടപ്പാൾ ദാറുൽ ഹിദായയിൽ വെച്ചാണ് ആദ്യം കണ്ടത്. അപ്പം ഇങ്ങനെ തൊയ്യബ് ഫൈസി പരിചയപ്പെടുത്തി. ഇങ്ങനെ സാലിം ഫൈസിയാണ്, SKSFൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞപ്പോൾ ലില്ലാഹിക്കാണെങ്കിൽ ബർക്കത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നോട്. വാസ്തവത്തിൽ ഞാനൊന്ന് ബേജാറായി. അപ്പോൾ തൊയ്യബ് ഫൈസി പറഞ്ഞു, അത് ഉസ്താദ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ ഒരു വർത്താനാണ് എന്നെ വളരെയധികം മുന്നോട്ട് നയിച്ചത് എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. ലില്ലാഹിക്കാണെങ്കിൽ ബർക്കത്തുണ്ടാവും. നാട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലല്ലേ വിളിച്ചിട്ട് പോലും വന്നില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമുള്ളൂ. ലില്ലാഹിക്കാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ലില്ലാഹിക്ക് വേണ്ടി ചെയ്യണതല്ല. എന്നാൽ ചെയ്തിട്ട് തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ ലില്ലാഹിക്ക് ആക്കിയാലും ചിലത് നടക്കുകയുണ്ട്. അപ്പം നിസ്കരിക്കാൻ നമ്മളിങ്ങനെ ചെന്നതിൻ്റെ ശേഷം പഠിച്ചോനെ സംഗതി ഇപ്പം മഗ്‌രിബ് വാങ്ങിക്കൊടുത്തപ്പോൾ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ആൾക്കാരെന്താ പറയാന്ന് കരുതി പോന്നതാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ നിസ്കരിച്ചത് അനക്ക് തന്നെയാണ്. അല്ലാഹു അക്ബർ കൂലിട്ടും നിൽക്കുമ്പോൾ ശരിയാക്കിയാൽ മതി. നോമ്പാണെങ്കിൽ കുറച്ചുകൂടി തോനെ നേരമുണ്ട്. മഗ്‌രിബ് മുതൽ സുബഹി വരെയുള്ളതിൻ്റെ ഇടയിൽ റമദാൻ മാസം കണ്ടപ്പോൾ എന്നേ തോന്നിയത്. എന്നാലും കുഴപ്പമില്ല, സുബഹിയാകുന്നതിന് മുമ്പിൽ ഇനിയിപ്പോൾ ഏതായാലും നോൽക്കാണ്, റബ്ബെ അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് കരുതിയാൽ മതി. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഹജ്ജ് കഴിഞ്ഞു, ഇനി പുതിയ ഹജ്ജിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം അങ്ങനെ ആൾക്കാർ ചോദിക്കലടങ്ങും, അല്ല നിങ്ങൾ കൊടുക്കണില്ലേ, നിങ്ങൾ കൊടുക്കണില്ലേ എന്ന് ഇങ്ങനെ എല്ലാം ചോദിക്കലടങ്ങും. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കൊടുത്തു, കിട്ടൂലെന്ന് കരുതി കൊടുത്തതായിരുന്നു. കഴിഞ്ഞൊല്ലം കൊടുത്തു, കൊല്ലം കൊടുത്തു, 4 കൊല്ലം കൊടുത്തു, കിട്ടി. അപ്പോഴും ശരിയായിട്ടില്ല. പോകുമ്പോൾ 3 മാസമുണ്ട് ശരിയാക്കാൻ. പോകുമ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് സീറ്റ് കയറി ഇരുന്നിട്ട് അമീർ ഇങ്ങനെ പറഞ്ഞു തരും, നവൈത്തുൽ ഹജ്ജ, പഠിച്ചോനെ അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് അപ്പോൾ തീരുമാനിച്ചാലും സംഗതി നടക്കും. പക്ഷെ തീരുമാനം വേണമെന്ന് മാത്രം. അപ്പം ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാതെ തന്നെ ഉഷാറാകുന്നുണ്ട്. മൂല്യന്മാർ നേരാണ് ദൈവപ്പെട്ടതാണ്. മുത്തഅല്ലിമീങ്ങൾ നന്നാകുന്നത് ശരിക്ക് എല്ലാതും അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ല, കുറേ ഒരു വലിയൊരു ശതമാനം അങ്ങനെയാണ്. SSLC എഴുതി, അപ്പോൾ ഒരു 5 A+ൻ്റെ മേലൊക്കെ ഉണ്ടെങ്കിൽ +2 തന്നെ പോകാം, കുഴപ്പമൊന്നുമില്ല. അല്ല അതിലും താഴെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ അങ്ങോട്ട്
C+ഉം ഡിയും ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ ഉണ്ട് വല്ലാണ്ട് സലാമത്തായിട്ടുള്ളൂ, തോൽക്കലാരും ഇല്ലാത്തതുകൊണ്ട് മാത്രം. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കണ്ട, സൂപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ മതി. നല്ല പരിപാടിയാണ്, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റ് മോശമൊന്നുമല്ല, മനുഷ്യന്മാർക്ക് ഒജീനം കൊടുക്കുന്ന പരിപാടിയാണ്. കുറേ ആൾക്കാർക്ക് ജോലിയായി, മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടായി, ഒരുപാട് നല്ല കാര്യമാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന ഉടനെ ആദ്യം മുതലാളി വളരെ പ്രയാസമുള്ള ജോലികളാണ് തരിക. അരിഞ്ചാക്ക് അങ്ങോട്ട് എടുത്തേക്കുക, പഞ്ചസാര ചാക്ക് പിടിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ഇങ്ങനെ കിട്ടും. സബൂറായി നിൽക്കാൻ പറ്റിയാൽ പിന്നെ ഫ്ലോർ മാനേജർ ആക്കും. 1ാം നില ഫുള്ള് എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് എന്നാക്കും. അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കൗണ്ടറിൽ ഇരുത്തും. ഇതൊന്നും ഇവിടെ ഇരിക്കൊണ്ട് ഞാൻ ഇപ്പോൾ വരട്ടോ, അവിടെ ഇരിക്കാം. അതൊന്ന് വിജയിച്ചാൽ പർച്ചേസിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അതും വിജയിച്ചാൽ മുതലാളി പറയും, അല്ലെങ്കിൽ ഇതൊന്ന് അപ്പുറത്ത് ഇട്ടോ ഞാനും കൂടി തരാൻ. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി ആവാം, കുഴപ്പമില്ല. അല്ല 4 ദിവസം അങ്ങനെ പോയിട്ട് അത് വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഇത് ശരിയാവും തോന്നുന്നില്ല, എനിക്ക് തണ്ടൽ വേദനയാണ്, ഊരവേദനയാണ്. അയാൾ ഓരോന്ന് പറയാം. ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ ഈ തുടക്കത്തിൽ ഓരോന്ന് കേൾക്കാതിരിക്കൊന്നുമില്ല, അത് ഉറപ്പന്നെ. എന്നാലും ഓനത് തീരെ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുന്ന് പോന്നിട്ട് വർക്ക്ഷോപ്പിക്ക് പോവുക. വണ്ടിയൊക്കെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നല്ല അമലാണ്. ജീവിതത്തിൻ്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാനുള്ള യന്ത്രമാണ് വാഹനം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ളതാണ്. അപ്പം അതൊന്ന് നന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. നിയ്യത്ത് നന്നാക്കിയാൽ വളരെ ഉഷാറുള്ള പരിപാടിയാണ്. ഡ്രൈവിങ് സുന്നത്തായ ഒരു അമലാണ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കലില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡ്രൈവ് ചെയ്തിരുന്നു. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയുമാണ് ഓടിച്ചിരുന്നത് എന്ന് മാത്രം. പക്ഷെ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ വണ്ടി അങ്ങനെ പോകുന്നല്ലാതെ കൂലിട്ടൊന്നുമില്ല. നിയ്യത്ത് വെച്ചാൽ വണ്ടിയും പോകും, അതിൻ്റെ ഒപ്പം കൂലിയും കിട്ടും. സുന്നത്തായ അമല, അപ്പോൾ കുഴപ്പമില്ല. അല്ല അതിങ്ങനെ 2 ദിവസമൊക്കെ പോയി നോക്കി മേത്തിങ്ങനെ കരിയൊക്കെ ആയപ്പോൾ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, നേരിട്ട് വാപ്പാനോട് പറയാൻ വെച്ച. അപ്പം ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളൊന്ന് വാപ്പാട് പറയും ഇന്നെക്കൊണ്ട് അത് വയ്യ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പരിപാടി മീൻ കച്ചവടത്തിന് പോകാം, അല്ലെങ്കിൽ ഇറച്ചി കച്ചവടത്തിനും പോകാം. രണ്ടും നല്ല അമലാണ്. മീൻ കച്ചവടം ചെയ്യണവരും ഇറച്ചി കച്ചവടം ചെയ്യണവരും പെരേറ്റാനും കുട്ടികളെ കെട്ടിക്കാനും കടം വരുത്തലില്ല എന്നാണ് എൻ്റെ ഒരു പഠനം. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്നറിയില്ല. എനിക്കിങ്ങനെ കുറേ നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മീൻ തിന്നാത്ത ആരുമില്ല, ഇറച്ചി തിന്നാത്ത ആരുമില്ല. അപ്പോൾ ഓൽക്കൊരു ഒജീനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അമൽ തന്നെയാണ്. പക്ഷെ നേരങ്ങത്തിൽ ചെയ്യണം. നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശമാകുക. കഴിഞ്ഞ് മുത്താലിമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കേടെന്നാൽ പറ്റ മോശമായി, നേരായ വളരെ ഉഷാറാണ് എന്നുള്ളതാണ്. നാട്ടിൽ ഇപ്പം ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിൻ്റെ മൂത്രപ്പുരയിൽ പോയി നോക്കിയാൽ സാധാരണ ഉള്ള അല്ലാത്ത പ്രത്യേക ഒരു വാസന ഉണ്ടാവും. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. നല്ലത് കേടെന്നാൽ പറ്റ മോശമുള്ള സാധനമാവും. അങ്ങനെയാണ്. അപ്പോൾ നല്ല പരിപാടിയാണ്, പക്ഷെ കേടെടുത്തിയാൽ വളരെ മോശമായി. ഫോൺ ചെയ്ത് പറയണെന്ത്, കോഴിപ്പീടിയൊക്കെ ചിക്കൻ കടയൊക്കെ ബിസ്മി ചിക്കൻ സ്റ്റാൾ, തവക്കൽ ചിക്കൻ സ്റ്റാൾ, അങ്ങനെയൊക്കെയാണ് പേര്. വിളിച്ചിട്ട് ഹലോ കോഴിപ്പീടിയല്ലേ, ഞാനവിടെ വരുന്നുണ്ട്, വിരുന്നേരുണ്ട്, ഒരു 15 കിലോ കോഴി അവിടെ വെട്ടിയൊക്കെ 5 മിനിറ്റ് കൊണ്ട് ഞാനവിടെ എത്തുന്നു. 5 മിനിറ്റ് കൊണ്ട് 15 കിലോ കോഴി വെട്ടിയാൽ ജീവൻ പോകൂല എന്ന് ഉറപ്പന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. പിന്നെന്താ സംഭവിക്കുക, കഴുത്തിൽ കൂടെ ഓരോ വരടും. അങ്ങനെ വരട്ട കോഴി അങ്ങനെയൊക്കെ ആയാൽ പിന്നെ പെരപ്പണി തീരൊന്നുമില്ല. നേരങ്ങത്തിൽ അറുത്ത് ജീവൻ പോയതിൻ്റെ ശേഷം കഷ്ടം പെട്ടിട്ട് മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല അമലാണ്. അപ്പം അതിന് വിടുക, ഒന്നുകിൽ ഇറച്ചി അല്ലെങ്കിൽ മീൻ. അയമീൻ 2 ദിവസം അങ്ങനെ പോയി നോക്കിയിട്ട് ഓനതാണ്ട് മീനിൻ്റെ ഏട്ടൻ്റെ തല കൊണ്ട് വെട്ടിയപ്പോൾ ചോര മേത്തുക്കിന് തെറിച്ചു. ഇത് ശരിയാവില്ല എന്ന് തീരുമാനിച്ചു. ഉമ്മാട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ഉപ്പാട് പറയും, എന്നെ കൊണ്ട് നടക്കൂല. എന്നാ ഞാൻ അവസാനത്തെ പരിപാടി എന്നുള്ള നിലയിൽ ഒന്ന് ഓതാൻ കൊണ്ടാക്കുക. അങ്ങനെയാണ്. എന്നാ പിന്നെ ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും കിടക്കട്ടെ എന്ന് തീരുമാനിക്കും. അപ്പം വാസ്തവത്തിൽ ഈ മയ്യത്ത് നിസ്കരിക്കാനുള്ള സാധനത്തിന് ആദ്യം തീരുമാനിക്കേണ്ടതായിരുന്നു. ഒന്നാമത്തത് ഉണ്ടായപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് എനിക്കൊരു കുട്ടി ഉണ്ടായി, മൂത്തത് ആൺകുട്ടിയാണ്, അത് മയ്യത്ത് നിസ്കരിക്കാനായിക്കോട്ടെ, ബാക്കിയുള്ള പിന്നെ നമ്മൾ ഖബർ വെച്ചാനാക്കാം.
എഞ്ചിനീയർ. ഒന്നാമത്തെ എന്തായിക്കോട്ടെ, മയ്യത്ത് നിസ്കരിക്കാനായിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ മിക്കവാറും അവസാനത്തെ തീരുമാനിക്കുക, അല്ലെങ്കിൽ എല്ലാം ചെയ്തു നോക്കിയിട്ട് ഒന്നും നടക്കണില്ലെങ്കിൽ എന്നാ പിന്നെ അത് മയ്യത്ത് നിസ്കരിക്കാനായിക്കോട്ടെ എന്ന് തീരുമാനിക്കും. ആയിക്കോട്ടെ, ഞാൻ അതിനും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ച് മീങ്കച്ചോടത്തിനും പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ ഓതാൻ പോയി. ഒരു 3 കൊല്ലം ഇങ്ങനെ ഉണ്ട് ഓതി. റമദാൻ മാസത്തിന്റെ ലീവിന് ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് വെള്ളിയാഴ്ച, രണ്ടാമത്തെ വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ച ഖത്തീബ് പ്രസംഗിക്കും, രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീച്ചെന്നിട്ട് അങ്ങോട്ട് പറഞ്ഞാണ്ടല്ലോ, നാട്ടുകാരൊക്കെ ഇങ്ങനെ അന്തം വിട്ടു നോക്കും. നമ്മൾ അവറാൻകുട്ടിയുടെ മകൻ തന്നെ അല്ലേ ഇപ്പം ഈ പറയണത്, ഓനൊന്നും ഇങ്ങനെ ആവുന്നു ഒരിക്കലും വിചാരിച്ചതല്ല എന്നാ. സംഗതി എന്താ വെച്ചാൽ വർഷാപ്പ് പോലും ഒന്നും നിന്നില്ല, മീൻ കച്ചവടത്തിന് പോലും ഒന്നും നിന്നില്ല. ഓൻ ഈ കോലത്തിൽ എന്തേ കാരണം? അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഒരു കാരണമാണ്. ഭക്ഷണം കഴിച്ചു. എന്തിനെ കഴിച്ചത്? ദീൻ പഠിക്കണം, മുത്തല്ലിമല്ലേ എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ട് മനുഷ്യന്മാർ തന്ന ഭക്ഷണം കഴിച്ചു. ഓല് തന്നപ്പോ ഓലെ മനസ്സിലുണ്ടായിരുന്നു മുത്തല്ലിമല്ലേ, ദീൻ പഠിക്കണ ആളല്ലേ. വാസ്തവത്തിൽ മുത്തല്ലിമിന്റെ കൽബിലുണ്ടായിരുന്നത് എങ്ങനെ പോകുന്നൊന്ന് ചാടാൻ പറ്റുകയെന്നായിരുന്നു. പക്ഷെ ഭക്ഷണം കൊടുത്തു അവന്റെ കൽബിലുണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെയും ഒന്ന് മൂല്യരായി കിട്ടണം, അതിനാണ് ഞാൻ ഈ കൊടുക്കണത്. അത്ര മതി. കുല്ലിംരിയും മിന്നും മാനവ. അതുകൊണ്ട് ഓന് തോരക്കാൻ പറ്റിയൊരു സ്ഥാനത്ത് ഒരു മൂല്യരെ കിട്ടി. കാരണം ഓൻ ഭക്ഷണം തന്നു. ഒരു മുത്തല്ലിമ് കട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം അന്വേഷിക്കേണ്ടത് ഏത് പേരയിലായിരുന്നു ചെലവ് എന്നാണ്. അതാണ്. അപ്പൊ ഒന്നാമത്തത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു, ത്വയ്യിബായ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തൊരു കാരണം എന്താ വെച്ചാല് സ്വാലിഹീങ്ങളോടുള്ള സഹവാസം ലഭിക്കുന്നു എന്നുള്ളതാണ് 2ാം കാരണം. ചാരിയാൽ ചാരിയത് മണക്കുന്ന. അപ്പൊ സ്വാലിഹീങ്ങളായ, ദാക്കിരീങ്ങളായ, ആബിദീങ്ങളായ മനുഷ്യന്മാരോടുള്ള സഹവാസം ലഭിക്കുന്നു എന്നത് 2ാമത്തൊരു കാരണമാണ്. ഇങ്ങനെ 2 കാരണങ്ങൾ മുത്തല്ലിമീങ്ങൾ നന്നാവുന്നതിൻ്റെയും ഉഷാറാവുന്നതിൻ്റെയും പിന്നിലുണ്ട്. അപ്പോ എല്ലാവർക്കും ഇപ്പൊ സാധാരണ പറയലുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലെ മദ്രസും നമ്മളെ നാട്ടിലെ നൂറുൽ ഇസ്ലാം മദ്രസയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ABCD മദ്രസയും നൂറുൽ ഇസ്ലാം മദ്രസയും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നൂറുൽ ഇസ്ലാം മദ്രസ ഉദാഹരണമാണ്, തർബിയത്തുൽ ഇസ്ലാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു 10 മിനിറ്റാണ് ഇപ്പോൾ മദ്രസക്ക് സാധാരണ ഇപ്പോൾ കുട്ടികൾ പോകണത്, തോനെയൊന്നുമില്ല. രാവിലെ 6:30 7 മണിക്ക് പോകും. ഒരു 7:25 ആവുമ്പോഴേക്ക് സ്കൂൾ ബസ് വരും. അപ്പോൾ അതിന് മദ്രസന്ന് പോകുന്നു. അങ്ങനെ ഒരു 25 മിനിറ്റ് അവിടെ അങ്ങനെ ചെലവാക്കുകയാണ് ചെയ്യണത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതന്നെ ധാരാളം മതി എന്നാണ്. എന്തുകൊണ്ട്? 2 കാരണങ്ങളെ കൊണ്ടാണ് അത് ധാരാളം മതി എന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന്, മുഖ്ലിസീങ്ങളായ ഇഖ്ലാസുള്ള കുറെ മനുഷ്യന്മാര് ദീൻ പഠിപ്പിക്കാനുള്ള സംവിധാനം എന്ന നിലയിൽ ഉണ്ടാക്കിയതാണ് ആ ബിൽഡിംഗ് എന്നതാണ് ഒരു കാരണം. മറ്റത് വേറെ ആവശ്യത്തിന് ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ ദീൻ പഠിക്കുകയാണ്. ഇത് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ഒരു കാരണം. 2ാമത്തൊരു കാരണം, രാവിലെ ബുക്ക് മുസാഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓതാൻ പോകുകയാണ് എന്ന് കുട്ടിയുടെ കൽബിലുണ്ട് എന്നുള്ളതാണ് 2ാം കാരണം. വാസ്തവത്തിൽ സ്കൂളിന്റെ മദ്രസയിൽ ഇതിലേറെ സമയമൊക്കെ കിട്ടും. ചില മദ്രസയിൽ 3 പീരീഡ് ഉണ്ട്, ചില മദ്രസയിൽ 2 പീരീഡ് ഉണ്ട്. സ്കൂളിൽ സാധാ നാട്ടിലെ മദ്രസയിൽ അത്ര കിട്ടൂല, ചിലപ്പോൾ അതിലും കുറവേ കിട്ടുള്ളൂ. അതിലേറെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. പക്ഷെ രാവിലെ കുട്ടി ആ ബുക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെയാണ് പോകുമ്പോൾ ഞാൻ മദ്രസക്ക് പോവുകയാണ്, ഓതാൻ പഠിക്കാൻ പോവുകയാണ്, ദീൻ പഠിക്കാൻ പോവുകയാണ് എന്ന് ഓൻ്റെ കൽബിലുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടാണ് നാട്ടിലത്തെ മദ്രസ പോയ കുട്ടിക്ക് ഓതാൻ കിട്ടുന്നതും മറ്റേ കുട്ടിക്ക് തികച്ച് 40 മിനിറ്റ് എല്ലാ ദിവസവും കിട്ടിയിട്ടും ഓതാൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓരോരുത്തരെയും കൽബനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. എന്തിനു വേണ്ടി എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് കാര്യമാണെങ്കിലും ഇപ്പം നമ്മളാരും കള്ള് കുടിച്ചലില്ല. എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം അവിടെയുണ്ട്.
നമ്മൾ നിസ്കരിക്കുന്നത് അല്ലാഹു തആലക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ കൂലിട്ടുള്ളൂ, വേറെ ആർക്ക് വേണ്ടിയാണെങ്കിലും കൂലിട്ടില്ല. എന്നാൽ കള്ളുടിക്കണില്ല, അത് ആർക്ക് വേണ്ടിയാ? നാട്ടുകാരെന്താ പറയാന്ന് കരുതിയിട്ടാണ് കള്ളുടിക്കാത്ത വെച്ചാൽ അതും ഇതേമാതിരി തന്നെയാണ്. നമ്മളാരും പെണ്ണ് പിടിക്കണില്ല, എന്തേ? അത് മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു മോശമല്ലേ എന്നാണ്. അള്ളാന്റെ ഇടയിൽ മോശമല്ലേ എന്നല്ലല്ലോ പലപ്പോഴും ചിന്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തും ഉണ്ട്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് ജനങ്ങൾക്ക് വേണ്ടി ആക്കുന്നതിനാണ് നമുക്ക് താല്പര്യം. മോളെ കെട്ടിച്ചോടത്തേക്ക് പോവുകയാണ്, മാളെ കെട്ടിച്ചോടത്തേക്ക് പോവുകയാണ്. പേരക്കുട്ടികളുണ്ട് 2 ആള്. വൈക്കന്ന് ബേക്കറി കയറിയിട്ട് 1/2 കിലോ ചിപ്സും വാങ്ങി, 1 കിലോ മിച്ചറും വാങ്ങി. ചിപ്സിന് വില കൂടുതലാണ്, അപ്പം അത് 1/2 കിലോനും വാങ്ങി, മിച്ചർ 1 കിലോനും വാങ്ങി, 2 കോലുമുട്ടായും വാങ്ങി. കോലുമുട്ടായി വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ല അവിടെ, 2 പേരക്കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്കൊന്ന് സന്തോഷമാവണമെങ്കിൽ 2 കോലുമുട്ടായി വേണ്ടേന്ന് അവൻ്റെ കൽബിലിങ്ങനെ തോന്നി. കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് സന്തോഷമാവും, അവർക്ക് കോലുമുട്ടായി ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നോ? അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് 2 കോൽമുട്ടായി വാങ്ങി ഓലെ സന്തോഷിപ്പിച്ചാലേ അള്ളാഹ്ക്ക് ഇഷ്ടാകുള്ളൂ എന്ന് ആലോചിക്കാമായിരുന്നു. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വാങ്ങാവുന്ന കോലുമുട്ടായി നാസിനെ ലില്ലാഹിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ഇബാദത്ത് ലിന്നാസിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അബ്ദുസത്താർ കല്യാണം പറഞ്ഞു. കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ കൽബിൽ ഇങ്ങനെ തോന്നുന്നത് ഒഴിവുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ഇപ്പൊ ചെന്നില്ലെങ്കിൽ ആ ചെങ്ങായിക്ക് എന്താ തോന്നുകയെന്നാണ്. ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കുമ്പോ അവിടെ ചെന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്താ തോന്നുകയെന്ന് നമുക്ക് തോന്നലില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോണതിനോട്ട് കൂലിയില്ല. നിക്കാഹിന് പോണതിന് കൂലിട്ടായിരുന്നു. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ, അല്ല ഗഫൂറിനെ തൃപ്തിപ്പെടുത്താനാണെങ്കിലും, അബ്ദുൽ ഗഫൂറിനെ തൃപ്തിപ്പെടുത്താനാണെങ്കിലും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ലില്ലാഹിക്ക് വേണ്ടി പലപ്പോഴും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ദീന് സടകുടഞ്ഞെഴുന്നേൽക്കൽ ദേഷ്യം വരുമ്പോഴാണ്. സടകുടഞ്ഞിട്ട് എഴുന്നേൽക്കും ദീനും. ഒരാളെ നമ്മളോട് മൗലൂദ് ഓതണ്ട എന്ന് പറഞ്ഞാൽ എന്നാ ഓതിയുടെ ഉറക്കേന്നാണ്, അല്ലെങ്കിൽ ആ ഒച്ച എടുക്കാൻ പോവുക. എന്നാ ഓതിയുടെ ഉറക്കേന്ന് പറഞ്ഞത് ഓന് ദേഷ്യം വന്നതാണ്, അല്ലാതെ ദീന് നേരായതല്ല. ദീന് നേരേക്കാണെങ്കിൽ ആദ്യം വേണ്ട എന്നാ ചെല്ലിയുടെ ഉറക്കേന്നുള്ളത്. പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റമദാൻ മാസത്തിൽ വയൽ നടക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ റമദാനും സ്വർഗവും എന്ന വയൽ, ഇപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ റമദാനും ആരോഗ്യവും എന്ന വയൽ. എന്നാലേ റമദാനും ആരോഗ്യവും എന്നുള്ള വയലൊന്ന് കേട്ട് കളയാമെന്ന് നമ്മൾ തീരുമാനിക്കും. കാരണം സിറാത്ത് പാലത്തുമ്മ ചാടിക്കയറാനുള്ള നോമ്പ് എന്ന് പറഞ്ഞ പരിപാടി ദുന്യാവിൽ കയ്യും കാലും നീരാനുള്ളതായി കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് നമ്മളെ ആഗ്രഹം. ആഖിറത്തിലേക്കും സ്വർഗം സലാമത്താകാനും സിറാത്ത് പാലത്തുമ്മ കഴിച്ചിലാവാനും ഒക്കെ പറഞ്ഞ അമല് ദുനിയാവിൻ്റെതാക്കി ലഭ്യമാക്കുക എന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബഹുമാനപ്പെട്ട താങ്കൾ വരുന്നുണ്ട്. അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നേടാൻ കഴിയുക. ഏത് കാര്യവും ലില്ലാഹിക്ക് ചെയ്യാൻ കഴിയും, ഏതും ചെയ്യാൻ കഴിയും. ഒരാൾ രാത്രി കടന്നുറങ്ങാൻ, രാത്രി ഉറങ്ങാൻ, ലില്ലാഹിക്ക് വേണ്ടി ഉറങ്ങാൻ പറ്റുമല്ലോ. എങ്ങനെ? പടച്ചോനെ രാവിലെ എനിക്ക് സുബഹിക്ക് എഴുന്നേൽക്കാണ്ട്, അതിന് ശേഷം കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അധ്വാനിക്കാൻ പോവാണ്ട്, അതിന് എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങാണ് നിയ്യത്ത് വെച്ചിട്ട് ഉറങ്ങിയാൽ രാത്രിയിലെ ഉറക്കാൻ ഇബാദത്താവും. ഏത് കാര്യം നമ്മൾ പരിശോധിച്ചാലും അത് നമുക്ക് ഇബാദത്താക്കി മാറ്റുക എന്നുള്ളത് വളരെ നിഷ്പ്രാസം സാധ്യമാകുന്നതാണ്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും ലില്ലാഹിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം ദേഷ്യം വന്നു. ഒരിക്കൽ നബി തങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നു.
ഒരു സഹാബി, കുറേ ദൂരത്തുള്ള ഒരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി വന്നു. എന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ദീൻ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. ആ സ്വഹാബി വര്യൻ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് അല്പം ദീർഘമുള്ളൊരു മറുപടിയായിരുന്നു. ഒരു പാരഗ്രാഫിലുള്ളൊരു മറുപടിയാണ് കരുതിയിരുന്നത്. കാരണം മൂപ്പർക്ക് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് ഒറ്റവാക്കിൽ ഒതുങ്ങി. അപ്പം മൂപ്പർ കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. പിന്നെ അവസാനം വേറൊരു വൈക്കിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ ദീൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചു. പഴയ മറുപടി അതുപോലെ ആവർത്തിച്ചു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. കുറെ മാറിന്നു. മൂന്നാം പ്രാവശ്യവും വന്നു, മദ്ദീനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. അപ്പോഴും അദ്ദീനു ഹുസ്നുൽ ഖുലുഖി എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇനി ഇതല്ലാത്തൊരു മറുപടി കിട്ടൂല എന്ന് ഉറപ്പായപ്പോ പോകാൻ ഒരുങ്ങിയൊക്കെ നബി തങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് കൈമ പിടിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, ഹുസ്നുൽ ഖുലുഖി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹും അവന്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാണ് സൽസ്വഭാവം. അലി റളിയല്ലാഹു അൻഹു വാളൂരിയിട്ട് വെട്ടാൻ വേണ്ടി, ശത്രുവിനെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ ശത്രു മുഖത്തേക്കൊന്ന് തുപ്പി വാളുറയിലിട്ട് അലി റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോരുന്നത് കണ്ടപ്പോ സ്വഹാബികൾ ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അയാൾ മുസ്ലിമായോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ മുസ്ലിമായതല്ല, എനിക്ക് ദേഷ്യം വന്നതാണ് എന്ന് പറഞ്ഞു. അയാൾ മുസ്ലിമായതൊന്നല്ല, എന്റെ ദേഷ്യത്തിന് വേണ്ടി വെട്ടാൻ കൽപ്പനയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വെട്ടാനാണ് കൽപ്പനയുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് വേണ്ടിയുള്ള വെട്ടിന്റെ കൂടെ എന്റെ ദേഷ്യവും കൂടി കലർന്നപ്പോ ഞാൻ വെട്ടണ്ടെന്ന് തീരുമാനിച്ചിട്ട് മടങ്ങിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഏതൊരു കാര്യം ചെയ്താലും അതിൽ ഗുണമുണ്ടാവും, അല്ലെങ്കിൽ ഗുണം ഉണ്ടാവില്ല. എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ലെന്ന്. അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആളുകൾക്കും ഒരു ആദർശമുണ്ട്, ഒരാശയവും ഒരാദർശവും എല്ലാവർക്കും ഉണ്ട്. ഒരു പിരാന്തനെ നമ്മൾ കണ്ടു, അങ്ങനെ കണ്ടതിനൊക്കെ കല്ലെടുത്തെറിയാണ്, ഇങ്ങനെ ചീത്ത അറിയാണ്, തെറി വിളിക്കുകയാണ്, കുളിക്കാതൊക്കെ നടക്കുകയാണ്. ഓനും ഉണ്ട് ഒരു ആദർശം. ഞമ്മക്ക് മനസ്സിലാവണില്ല, കാരണം ഞമ്മക്ക് പിരാന്തില്ലല്ലോ. ഓന് മനസ്സിലായിട്ടുണ്ടോ ഓൻ്റെ ആദർശം എന്താണെന്ന്? ഓരോ ആളുകളുടെയും ആദർശം അവരവർക്ക് മനസ്സിലായിട്ടുണ്ട്. ലോകത്തെ എല്ലാവരും ഒരു ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിന് ഒരു ആദർശമുണ്ട്. ഇസ്ലാം ദീനിന് ഒരു അടിസ്ഥാന ആദർശമുണ്ട്. ഈ അടിസ്ഥാന ആദർശം സ്വാധീനിച്ചെങ്കിൽ മാത്രമാണ് ലില്ലാഹിക്ക് വേണ്ടി അമൽ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അതിന് കഴിയില്ല. ഇപ്പൊ ചില ആൾക്കാര് നിസ്കരിക്കണോടൊപ്പം നോമ്പ് നോൽക്കൂല, ചിലവര് നോമ്പ് നോൽക്കണോടൊപ്പം നിസ്കരിക്കൂല, ചിലവര് ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കുകയാണെങ്കിൽ മുഴുവൻ ചെലവും വഹിക്കും, പക്ഷെ ഹജ്ജിന് പോവില്ല. ചില ആൾക്കാര് നല്ല സുന്ദരമായ നോൽമ്പ് നോറ്റിട്ട് പുജാപ്ര സൽക്കാരത്തിന് പോയിട്ട് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും നിസ്കരിക്കാൻ നിന്നാലും മാന്തണ മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തേക്കാണ് പോകും. പിന്നെ ചായ കുടിക്കാനാവുമ്പോ ഇങ്ങോട്ട് വരും. ഓന് നിസ്കരിക്കാൻ തോന്നണില്ല, നല്ല നോലുമ്പാ. 5 വക്തും പള്ളിക്കൊക്കെ നിസ്കരിക്കും, സുബ്ഹിയും നിസ്കരിക്കും. നിക്കാരം കഴിഞ്ഞിട്ട് നേരെ പലിശക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങാടിക്ക് പോകും. വണ്ടി കച്ചവടമാണ്, അല്ലെങ്കിൽ സ്ഥലക്കച്ചവടമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയാണ്, പലിശ ഇടപാട്. എന്തെങ്ങനെയൊക്കെ കഴിയണതിൻ്റെ കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം സ്വാധീനിക്കാത്തത് കൊണ്ടാണ്.
ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയമെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം. അത് സ്വാധീനിക്കണം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യനെ സ്വാധീനിച്ചാൽ അവനോട് നിസ്കരിക്കാൻ വേറെ പറയണ്ട, നോമ്പ് നോൽക്കാൻ വേറെ പറയണ്ട, എല്ലാം ഉണ്ടാവും. നിസ്കാരത്തിന്റെ ഫളായില് മാത്രം കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാധീനിച്ചിട്ടില്ല, നവാ നിസ്കരിക്കും പക്ഷെ നോൽമ്പ് നോൽക്കൂല. നോമ്പിന്റെ ഫളായിലൊക്കെ കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാധീനിച്ചിട്ടില്ല, എന്നാ നോൽമ്പ് നോൽക്കും നിസ്കരിക്കൂല തന്നെ. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനുഷ്യനെ സ്വാധീനിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനുഷ്യനെ എപ്പോഴാ സ്വാധീനിക്കുക? അവന് ലുബ്ബുണ്ടെങ്കിലാണ്, ഉൾക്കനമുണ്ടെങ്കിലാണ്. ഉൾക്കനം ആരാ ലുബ്ബുള്ളവൻ, ഉൾക്കനമുള്ളവൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ദിക്റും ഫിക്റും ഒരുമിച്ച് വന്നവനാണ് ലുബ്ബുള്ളവൻ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞിട്ട് അല്ലദീന എന്ന് പറഞ്ഞാൽ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോണ ആൾക്കാരാണ് എന്നാണ് അതിന്റെ മാന. എന്നിട്ട് എന്താ പറയണത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി. രണ്ട് കാര്യങ്ങൾ ചേർന്നവരാണ് ലുബ്ബുള്ളവർ. അവർക്കാണ് ഈമാനിന്റെ ലദ്ദത്ത് ലഭിക്കുക. ഒന്ന് ദിക്റും, രണ്ട് ഫിക്റും ഒരുമിച്ച് കൂടിയവർ. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് എല്ലാവർക്കും അറിയും. ദിക്ർ നമുക്ക് എല്ലാവർക്കും അറിയും. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹിനെ കുറിച്ച് പറയുക, അള്ളാഹിനെ പറ്റി കേൾക്കുക, ഒക്കെ ദിക്റാ. ഫിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്ർ എന്ന് പറഞ്ഞാല് ഉള്ളത് ലഭ്യമായത് വെച്ച് ലഭ്യമാകാത്തതിനെ മനസ്സിലാക്കുന്നതിനാണ് ഫിക്ർ എന്ന് പറയാം. നമ്മളടുത്ത് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കൂട്ടി വെച്ചിട്ട് കിട്ടാത്തതിനെ മനസ്സിലാക്കുക, ഇതിന് ഫിക്ർ എന്ന് പറയും. ഇതാണ് ഫിക്ർ എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയ സാധനങ്ങൾ വേണം, അപ്പോഴേ ഫിക്ർ നടക്കുള്ളൂ. കുറെ സാധനങ്ങൾ കിട്ടണം, അപ്പോൾ ഫിക്ർ നടക്കും. അതും എന്തിലുള്ള ഫിക്ർ? ഖൽഖുസ് സമാവാതി വൽ അർദിലുള്ള ഫിക്ർ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുള്ള ഫിക്റാണ് വേണ്ടത്. ആകാശഭൂമിയിലുള്ള സൃഷ്ടിപ്പല്ല, ആകാശഭൂമിയിലുള്ള ഫിക്റല്ല, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുള്ള ഫിക്ർ. രണ്ടും വ്യത്യാസമുണ്ട്. ആകാശഭൂമിയിലുള്ള ഫിക്ർ പലർക്കും ഉണ്ടാവും. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുള്ള ഫിക്ർ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ഫിക്ർ വേണം. ഒരു വെള്ളം, ഒരു തുള്ളി മഴത്തുള്ളി വെള്ളം, ഒരു തുള്ളി മഴത്തുള്ളി. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമെന്നാണ് മഴ പെയ്യുന്ന സമയം. 10 സമയങ്ങളിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതിലൊന്ന് മഴ പെയ്തിരിക്കും സമയമാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും പരിപൂർണ ഈമാനോടുകൂടെ മൗത്താവുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു മഴത്തുള്ളി ഇങ്ങനെ വരികയാണ്. വെള്ളമാണ്, എല്ലാവർക്കും അറിയാം. H2O, 2 തന്മാത്ര, പിന്നെ ഹൈഡ്രജനും 1 തന്മാത്ര ഓക്സിജനും ചേർന്നിട്ടുള്ളതാണ് വെള്ളം, എല്ലാവർക്കും അറിയാം. ഒരുപാട് സയൻസാണ് ഒരു തുള്ളി വെള്ളത്തിലുള്ളത്. ഈ ഹൈഡ്രജൻ ഓക്സിജൻ നേർക്ക് നേരെ വന്നു നിൽക്കുന്നു, എന്നിട്ടത് സംയോജിക്കുന്നു. ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമൊന്നുമില്ല, ഒരു തന്മാത്ര. അതൊരു സയൻസാണ്, കെമിസ്ട്രിയാണ്, ഒരു സയൻസ്. എന്നിട്ട് അതേപോലെ വേറെ 2 ഹൈഡ്രജനും ഓക്സിജനും വന്ന് സംയോജിച്ച് ആദ്യം സംയോജിച്ച് നിൽക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ തന്മാത്രയുടെ മേലെ വന്ന് പറ്റിപ്പിടിക്കുന്നു. അത് വേറൊരു സയൻസാണ്. അത് വേറൊരാൾ തെളിയിച്ചിട്ടുള്ള മറ്റൊരു സയൻസാണ് പറ്റിപ്പിടിക്കൽ. അങ്ങനെ കുറേ എണ്ണം പറ്റിപ്പിടിച്ച്
അതൊരു റൗണ്ട് ഷേപ്പിലായി രൂപാന്തരപ്പെടുന്നു. അത് മറ്റൊരു സയൻസാണ്. അത് റൗണ്ട് ഷേപ്പിൽ എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് വേറൊരു സയൻസാണ്. എന്നിട്ട് അത് ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നു എന്നത് തലമ്മേ ആപ്പിള് വീണ സയൻസാണ്, വേറൊരു സയൻസാണത്. പക്ഷെ ഈ സയൻസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മഴ അങ്ങനെ തന്നെ ഇരുന്നല്ലോ. അതാണ് അല്ലാഹു തആല എന്ന് പറയുന്നത്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഇവിടെ മനുഷ്യന് ആവശ്യമാകുന്ന സംവിധാനങ്ങൾ അല്ലാഹു അല്ലാതെ വേറെ ആരും തരുന്നില്ല, വേറെ ആരും തരുന്നില്ല. മനുഷ്യന് പ്രധാനമായും 3 ആവശ്യങ്ങളുള്ളത്. ഒന്ന് ഭക്ഷണം, ഒന്ന് വെള്ളം, ഒന്ന് വായു. ഭക്ഷണം, വെള്ളം, വായു. ഇവിടെ വായു അല്ലാഹു അല്ലാതെ ആരും തരുന്നില്ല. വേറെ ആരെങ്കിലും തരികയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് മടുക്കും. പൈസ കൊടുത്ത് ICUവിൽ കടന്നിട്ട് ഓക്സിജൻ ഒന്ന് മൂക്കിക്ക് തന്നു നോക്കണം, എത്ര റുപ്യ ബില്ലടക്കേണ്ടി വരും എന്നറിയാൻ. എന്നാൽ ഒറ്റ പൈസയും ബില്ലടിക്കാതെ വെറുതെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, അതങ്ങനെ കയറിക്കോളും, ഒരു ചെലവുമില്ല. അള്ളാഹു ആരുടെയും സഹായമില്ല, നമുക്ക് തരുന്നു. വെള്ളം അങ്ങനെ തന്നെയാണ്. ആകാശത്ത് നിന്ന് മഴ ഇങ്ങനെ പെയ്യണു, നമ്മളതിങ്ങനെ ഊറ്റിയെടുക്കുന്നു, നമ്മൾ കുടിക്കുന്നു, ഒരു നിയന്ത്രണവുമില്ല. ഒരു കുപ്പി ബോട്ടിൽ വെള്ളം പൈസ കൊടുത്ത് വാങ്ങി നോക്കണം, അപ്പം അറിയാം വെള്ളത്തിന് എത്ര വിലന്ന്. നമുക്ക് ഇങ്ങനെ വെറുതെ കിട്ടിയിട്ട് നമുക്കത് മനസ്സിലാണില്ല. ഭക്ഷണോ അല്ലാഹു തന്നെയാണ് തരുന്നത്, ഒരു തർക്കമില്ല. ഒരു ചെടി, ഇത് ചെടിയല്ല, വേറെ ഒരു ചെടി, ഇതെന്താ ഒരു ചെടി ഇങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ നേരെയുള്ള വേര് അടിയിൽ പോയി വെള്ളമുള്ളോടത്ത് പോയിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അല്ലാതെ വേറെ ആരും നിയന്ത്രിച്ചാലും നടക്കൂല. മനുഷ്യൻ്റെത് നമുക്ക് കുറെ മനസ്സിലാക്കാലോ. ഒരു ചെടിയിൽ വെള്ളം വേരിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന് അതിൻ്റെ തണ്ടും കഴിഞ്ഞ് ഇലയിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ആകാശത്ത് നിന്ന് സൂര്യൻ നൽകുന്ന ജൈവോർജത്തെ അത് സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷണം തയ്യാർ ചെയ്തു തരുന്നത് സൂര്യനാണ്, വേറെ ആരുമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സംവിധാനമല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ അത് സ്റ്റോർ ചെയ്യുന്നത് പല രൂപത്തിലാണ് എന്ന് മാത്രം. ഈ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ചാൽ അത് സിംഹത്തിന് കിട്ടുന്നത് മാനിലൂടെയാണ്, കാശ്മീരികൾക്ക് കിട്ടുന്നത് ആപ്പിളിലൂടെയാണ്, പൊളത്തൂക്കാർക്ക് കിട്ടുന്നത് പൂളക്കേങ്ങിലൂടെയാണ്. അങ്ങനെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ കോലത്തിലാണ് കിട്ടുന്നത് എന്ന് മാത്രം. സാധനം ഒന്ന് തന്നെയാണ്, വ്യത്യസ്ത രൂപത്തിലായി എന്നേ ഉള്ളൂ. അള്ളയാണ് തരുന്നത്, വേറെ ആർക്കോ അതിൽ യാതൊരു പങ്കുമില്ല. നമ്മൾ പറയും നമ്മളാണ്. ഒരു ആറ്റം പോലും സ്വയമായി നിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അള്ള ഉണ്ടാക്കിയ ആറ്റങ്ങളെ സംയോജിപ്പിച്ച് ഭയങ്കര സംഭവമാണ് എന്ന് പറയാൻ മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനും അള്ള അല്ലാത്ത ഒന്നും ചെയ്തു തരുന്നില്ല. മിഅ്റാജിന്റെ രാത്രി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ അടിമകളെ ഞാൻ ഹിസാബ് ചെയ്തോളാന്ന് പറഞ്ഞു. എൻ്റെ അടിമകളെ ഞാൻ ഹിസാബ് ചെയ്തോളാം. ആ സമയത്ത് അള്ള ചോദിച്ചു, എന്താ നബിയെ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമല്ല റബ്ബേ, എൻ്റെ അടിമകളുടെ തെറ്റ് വേറെ ആരും അറിയണ്ട, എൻ്റെ ഉമ്മത്തികളുടെ തെറ്റ് വേറെ ആരും അറിയണ്ട, അത് ഞാൻ അറിഞ്ഞാൽ മതിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു എന്നാണ്, നബിയെ, എൻ്റെ അടിമകളെ ഞാൻ തന്നെ ഹിസാബ് ചെയ്യും. എൻ്റെ അടിമയുടെ തെറ്റ് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. അബ്ദിനോടുള്ള സ്നേഹത്തിൽ അള്ളാഹും റസൂലും തർക്കിച്ച ദിവസമാണ് മിഅ്റാജിന്റെ രാത്രി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. പിന്നെന്താ നമുക്ക് അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ? നമ്മൾ അങ്ങനെ സ്നേഹിക്കാൻ അള്ളാഹു തആലാക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തു തന്ന് നമുക്ക്
എന്നിട്ട് അള്ളാഹുവിൻ്റെ അത്ര വാത്സല്യം നമ്മളോട് മറ്റാരോട്ട് കാണിക്കണില്ല. അള്ളാഹ്ക്ക് മാത്രമേ അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ.